Hi, hello, my dear students, my dear children. We are starting a geography chapter 7, Indian Economy Growth and Transformation. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ നമ്മുടെ സോഷ്യൽ സയൻസ് 2 ജോഗ്രഫി ചാപ്റ്റർ 7 ഇന്ന് നമ്മളിത് ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ത്യൻ ഇക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഈ നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മളിവിടെ പഠിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമിയെ പറ്റിയാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ സ്പെഷ്യലായിട്ട് എന്താണ് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കിയേ, ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്തും അതിൻ്റെ ട്രാൻസ്ഫോർമേഷനും, അതിൻ്റെ വളർച്ചയും അതിൻ്റെ മാറ്റങ്ങളും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന നമ്മുടെ ഒരു ചാപ്റ്ററാണ് നമ്മുടെ ചാപ്റ്റർ 7 ഇന്ത്യൻ ഇക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, പാർട്ട് 1 ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കയറാം. ഇന്ത്യൻ ഇക്കോണമിയെ നമുക്ക് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് പഠിക്കാം. ഇവിടെ ഫസ്റ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒരു രാജ്യത്ത് നടത്തുന്നത് ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ആകാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, ഗവൺമെൻറ് ആകാം, അല്ലേ? ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളാണ്. വ്യക്തിപരമായിട്ട് വ്യക്തികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് കുറച്ച് ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തും, അത് ഷുവറല്ലേ? ഗവൺമെൻറ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽസും ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തും. എന്താണ് അവർ ചെയ്യുക? അവർ പ്രൊഡക്ഷൻ ഉണ്ടാകും, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും, കൺസംഷൻ ഉണ്ടാകും. ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതെല്ലാം ചെയ്യുന്ന ഗ്രൂപ്പാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്ഥാപനങ്ങളും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. അപ്പോൾ ഒരു ഇക്കണോമിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 പ്രോസസ്സാണ് ഒരു രാജ്യത്ത് നടക്കുക: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ഇക്കണോമിക് ആക്ടിവിറ്റീസാണ് നമ്മൾ കാണുന്നത്? അത് പ്രൈമറി സെക്ടറിലെ കാണുന്നുണ്ട്, സെക്കൻഡറി സെക്ടറിലെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സർവീസ് സെക്ടറിലെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇക്കോണമിയിൽ 3 സെക്ടറുകളാണ് ഉള്ളത്. അത് ഒന്നാമത്തേത് പ്രൈമറി സെക്ടർ, അതിലാണ് അഗ്രികൾച്ചറൊക്കെ വരുന്നത്, പ്രൈമറി സെക്ടറാണ്. സെക്കൻഡറി സെക്ടറാണ് നമ്മുടെ ഹോട്ടലും കാര്യങ്ങളും ഒക്കെ, ഇവിടെ നിങ്ങൾക്കത് കാണാം. അതുപോലെ തന്നെ ടേഴ്സറി സെക്ടറാണ് നമ്മുടെ സർവീസ്, അതും നിങ്ങൾക്കിവിടെ പിക്ചറിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഒരു രാജ്യത്ത് നടക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് നോക്കാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിഫറെൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ഇൻക്രീസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽ, ദെൻ there's bridges, then different types of buildings, railway station, bus station, then so many things are included in infrastructure. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ഇൻക്രീസ് ചെയ്യുക, അതിനുള്ള കുറേ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മുടെ രാജ്യത്ത് നടക്കും. ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഇൻക്രീസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. സെക്കൻഡ് വൺ, ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഇൻക്രീസ് ചെയ്യുക, അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ. ടു ഇൻക്രീസ് ദ ഇൻകം ഓഫ് ദ പീപ്പിൾ, ഇൻകം ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, then we can increase the standard of living. സോ ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ക്രിയേറ്റ് ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ദെൻ ഇൻക്രീസ്ഡ് ഇൻകം ആൻഡ് പർച്ചേസിംഗ് പവർ. ഇൻകം ഓഫ് ദ പീപ്പിൾ, വെൻ ദ ഇൻകം ഓഫ് ദ പീപ്പിൾ ഇൻക്രീസ്, their purchasing power also increase. അങ്ങനെ നമുക്ക് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാം. ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതിൻ്റെ എല്ലാം
എന്താണ് ഏറ്റവും കോറായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹൈ സ്റ്റാറ്റസ് ഓഫ് ലൈഫ്. അപ്പോൾ എങ്ങനെയും ഒരു രാജ്യത്തെ ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് ആളുകളുടെ ഇൻകവും അവരുടെ പർച്ചേസിങ് പവറും ഇൻക്രീസ് ചെയ്ത് ഒരു നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് നേടിയെടുക്കുക. ഇപ്പം നമ്മുടെ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ നമ്മൾ നോക്കിയാൽ അവിടെ ഈ ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട്, ഇൻക്രീസ്ഡ് ഇൻകം ഉണ്ട്, ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇൻക്രീസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ആ ഒരു നേട്ടം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു നേട്ടത്തിലേക്ക് എല്ലാ രാജ്യങ്ങൾക്കും എത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഓരോ രാജ്യത്തിൻ്റെയും ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഡെവലപ്പ് നേഷൻസായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇനി ഒന്നും ചെയ്യേണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അവരുടെ ഈ സ്റ്റാറ്റസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അത് നിലനിർത്തണമെങ്കിൽ അവരും ഇക്കണോമിക് ആക്ടിവിറ്റീസ് വളരെ വളരെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ അവർ ഡൗൺ ആയി പോകും. അപ്പോൾ അവരും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതിലേക്ക് എത്താത്ത രാജ്യങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇതാണ്: നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആകുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക, ഇൻക്രീസ്ഡ് ഇൻകം, പർച്ചേസിങ് പവർ, ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിനി രണ്ട് പ്രധാനപ്പെട്ട ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇക്കോണമിയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ നമ്മൾ പഠിക്കണം. ഒന്നാമത്തേത് ഗ്രോത്ത് എന്താണ്, രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് എന്താണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇക്കണോമിക് ഗ്രോത്ത്, അതിനുശേഷം നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇൻ ദിസ് പാർട്ട് we only study about economic growth. What is economic growth? Economic growth is the increase in a country's gross domestic product compared to the previous year. Economic growth is connected with the quantity. Economic growth എപ്പോഴും ക്വാണ്ടിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്, അളവ്. Economic growth is the increase in country's gross domestic product, GDP. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? ഒരു രാജ്യത്ത് അത് നമുക്ക് പഠിക്കുന്നുണ്ട്. ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ എ ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി ഇൻ എ ഇയർ. ഒരു ഇയറിൽ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിറ്ററിയിൽ, ആ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മോണിറ്ററി വാല്യൂ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാഷണൽ ഇൻകവും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നാഷണൽ ഇൻകവും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് എന്നുള്ള വേർഡാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. എന്താണ് ഡൊമസ്റ്റിക്? രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെ രാജ്യത്തിൻ്റെ വെളിയിൽ പോയി പണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നമ്മൾ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനകത്ത് കൂട്ടിയിട്ടില്ല. കാരണം എന്താണ്? രാജ്യത്തിൻ്റെ ടെറിറ്ററിക്കുള്ളിൽ ഒരു കൊല്ലം അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂ, അതിനെ മണി വാല്യൂ ആക്കി മാറ്റിയാൽ എത്രയാണോ അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനേക്കാൾ ഈ വർഷം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എത്ര വളർന്നു, അല്ലെങ്കിൽ എത്ര ഇൻക്രീസ് ആയെങ്കിൽ അത് ഗ്രോത്ത് ആണ്. മനസ്സിലായല്ലോ? നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂ ആണ് ഒരു കൊല്ലത്തേത്, ഒരു വർഷത്തേതാണ് നമ്മൾ ഈ പറയുന്നത്. ഓരോ കൊല്ലവും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ കൊല്ലത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈ കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യുന്നു, അടുത്ത വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോ ഇയർ ബൈ ഇയർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു കൊല്ലത്തേക്കാണ് ഈ കാൽക്കുലേഷൻ. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നമ്മൾ എത്രമാത്രം സാധനങ്ങൾ ഉണ്ടാക്കി, എത്രമാത്രം സേവനങ്ങൾ ചെയ്തു, അതിൻ്റെ മണി വാല്യൂ കണ്ടുപിടിക്കുക, അത് കൂട്ടിയെടുക്കുക, ആഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ, പ്രീവിയസ് ഇയറിനേക്കാൾ ഈ വർഷം ഇൻക്രീസ് ചെയ്തെങ്കിൽ എന്താണത് കാണിക്കുന്നത്? ഗ്രോത്ത്, ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ,
വാട്ട് ഈസ് ഇക്കണോമിക് ഗ്രോത്ത്? ഇക്കണോമിക് ഗ്രോത്ത് ഈസ് ദ ഇൻക്രീസ്, കണ്ടോ, ഇൻക്രീസ് ഇൻ ദ കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഒരു രൂപയെങ്കിലും കൂടിയെങ്കിൽ അത് ഗ്രോത്താണ്. ഒരു രൂപ. ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ത്യസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 2012 to 2025 ഏറ്റവും ന്യൂ ആയിട്ടുള്ള കണക്ക് വരെ നമുക്ക് തന്നിട്ടുണ്ട്. 2025 നമ്മുടെ പുസ്തകം പുതിയ പുസ്തകമായതുകൊണ്ട് നമുക്ക് ഏറ്റവും പുതിയ കണക്ക് വരെ തന്നിട്ടുണ്ട്. അപ്പോൾ 2012 തൊട്ട് 2025 വരെയുള്ള കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓരോ ഇയർ ബൈ ഇയർ തന്നിരിക്കുക. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിക്കേ. ആ ഹൈറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിനകത്തെ ആ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ അത് ക്രോറായിട്ട് അറിഞ്ഞിരിക്കുന്നത് അല്ലേ, ഇൻ ക്രോ. ആ കോടികളായിട്ടാണ്, കോടി അല്ല, മലയാളത്തിൽ നമ്മൾ കോടികൾ എന്ന് പറയും. അപ്പോൾ ഇത്രയും കോടി ഓരോ വർഷവും ഇൻക്രീസ് ചെയ്ത് പോവുക. 2025 ആയപ്പോഴേക്കും ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിയിരിക്കുക. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എത്രയാണ് നമ്മുടെ ഇതിനകത്ത് അതിൻ്റെ അത്രയും കോടി അല്ലേ. ഓരോ ഇയർ ബൈ ഇയർ അത് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഹൈറ്റ് ആയിട്ട് പോകുന്നു. അപ്പോൾ 2025 നമുക്ക് ഏറ്റവും നമ്മുടെ ഗ്രാഫ് ഹൈറ്റിൽ നിൽക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് 2025. ഓക്കെ, 2012-13 അവിടെ നിന്ന് എത്ര വ്യത്യാസം ഉണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇന്ത്യ ഹാവ് ആൻ ഇക്കണോമിക് ഗ്രോത്ത് പ്രീവിയസ് ഇയറിനേക്കാൾ ഓരോ ഇയറിലും അത് ഇൻക്രീസ് ചെയ്ത് വരുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ഇയറും വൈ ആക്സിസിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഹൗ ഇക്കണോമിക് ഗ്രോത്ത് ബെനിഫിറ്റ് ദ കൺട്രി. ഇക്കണോമിക് ഗ്രോത്ത് ഒരു രാജ്യത്തിന് എങ്ങനെ ബെനിഫിഷ്യലായി മാറുന്നു? ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണം, അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു ഗോളെന്ന് പറയുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണം. നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണം. അതിനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിനാണ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി മാതാപിതാക്കൾ കൊടുക്കുന്നത് എന്തിനാ? അവരുടെ കുടുംബത്തെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിൻ്റെ ആഗ്രഹം എന്താണ്? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകണം. എന്താണ് ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ബെനിഫിഷ്യൽ? എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്? വെൻ ഇക്കണോമിക് ഗ്രോത്ത് ഒക്കേഴ്സ്, കൺട്രീസ് കപ്പാസിറ്റി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ ഇൻക്രീസസ്. ബേസിക് നീഡ്സ് ഉണ്ട്, മറ്റ് നീഡ്സ് ഉണ്ട്. എ ലോട്ട് ഓഫ് നീഡ്സ്, പീപ്പിൾ ഹാവ് എ ലോട്ട് ഓഫ് നീഡ്സ്. വെൻ ഇക്കണോമിക് ഗ്രോത്ത് ഒക്കേഴ്സ്, വാട്ട് ഹാപ്പൻ? ദ കൺട്രീസ് കപ്പാസിറ്റി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസ്. ആളുകളുടെ നീഡ്സിനെ എന്തൊക്കെയാണ് ബേസിക് നീഡ്സ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ അല്ലേ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. ഓക്കെ, സോ മെനി നീഡ്സ്. അപ്പോൾ കൺട്രിക്ക് അവിടെ ആളുകളുടെ നീഡ്സ് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ, അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. എപ്പോൾ? വെൻ ഇക്കണോമിക് ഗ്രോത്ത് ഒക്കേഴ്സ്. കൺട്രീസ് കപ്പാസിറ്റി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തൊക്കെ ഇന്നും ആളുകളുടെ ഫുഡിൻ്റെ നീഡ്, ഷെൽട്ടറിൻ്റെ നീഡ് ഒന്നും അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഇനിയും ഇക്കണോമിക് ഗ്രോത്ത് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ ഒരു കൺട്രിക്ക് അതിൻ്റെ ആളുകളുടെ അതിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഓൾസോ ചേഞ്ച് കൺസിഡറബിളി. വെൻ ദർ ഈസ് എൻ ഇക്കണോമിക് ഗ്രോത്ത് ഇൻ എ കൺട്രി, പ്രൊഡക്ഷൻ ഇൻക്രീസസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസസ് ആൻഡ് ഇൻകം ഓൾസോ ഇൻക്രീസസ്. That is the benefit of economic growth. Employment opportunity increases, income of the people increases, total production increases. The country can satisfy the needs of the people. That are the benefits of economic growth. Economic growth ൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് നമ്മുടെ ബുദ്ധി അനുസരിച്ച് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മതി.
നമ്മുടെ രാജ്യത്തെ ആളുകളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അവർക്ക് ഇൻകം കൂടും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടും, പ്രൊഡക്ഷൻ കൂടും. ഓക്കെ. ഹൗ ക്യാൻ വി മെഷർ ഇക്കണോമിക് ഗ്രോത്ത്? നമുക്കറിയാം, നമുക്ക് ലെങ്ത് അളക്കാൻ പറ്റും, അതുപോലെ വിഡ്ത്ത് അളക്കാൻ പറ്റും, ഹൈറ്റ് അളക്കാൻ പറ്റും, ദെൻ വെയിറ്റ് അളക്കാൻ പറ്റും, അല്ലേ? നമ്മുടെ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ഇക്കണോമിക് ഗ്രോത്തും. ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഹൗ ക്യാൻ വി മെഷർ ഇക്കണോമിക് ഗ്രോത്ത്? അതിന് ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ? അല്ലേ? സാധാരണ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ വെയിങ് മെഷീൻ ഉപയോഗിച്ചും അല്ലെങ്കിൽ നമ്മുടെ തെർമോമീറ്റർ ഉപയോഗിച്ചും ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഒരു മെഷീനല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന് ചില കാൽക്കുലേഷൻസ് ആണ് വേണ്ടത്. എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ നമുക്ക് ചില കാൽക്കുലേഷൻസ് വേണം. എന്താണ്? ഫോർ ദിസ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. How can we calculate economic growth rate? For calculating economic growth rate, we have to use a formula. Which is the formula? Current year's GDP minus previous year's GDP divided by previous year GDP into 100. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഗ്രോത്തിനെ അതിൻ്റെ മണി അനുസരിച്ചല്ല, പണം അനുസരിച്ചല്ല നമ്മൾ പറയുന്നത്, അതിൻ്റെ പെർസെൻറ്റേജാണ് പറയുന്നത്. പെർസെൻറ്റേജ് കണക്കാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം, അല്ലേ? ഇൻറ്റു 100. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ കറൻറ്റ് ഇയറിലെ ജി ഡി പിയെ പ്രീവിയസ് ഇയർ ജി ഡി പി കൊണ്ട് മൈനസ് ചെയ്തിട്ട് അതിനെ പ്രീവിയസ് ഇയർ ജി ഡി പിയുടെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് കിട്ടും. കറൻറ്റ് ഇയേഴ്സ് ജി ഡി പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഹൈ വാല്യൂ ആയിരിക്കും, ഒരു കൂടിയ വാല്യൂ ആയിരിക്കും. പ്രീവിയസ് ഇയർ ജി ഡി പി എന്തായിരിക്കും? അതിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പോൾ കൂടിയ വാല്യൂവിൽ നിന്നും കുറഞ്ഞ വാല്യൂ ആദ്യം നമ്മൾ മൈനസ് ചെയ്യുക. അതിനെ കഴിഞ്ഞ വർഷത്തെ ജി ഡി പി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ആ ഒരു നമ്പറിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇതാണ് ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്. അത് പെർസെൻറ്റേജ് ആയിരിക്കും. പെർസെൻറ്റേജ്. ജി ഡി പി ഇൻ ലാക്സ് ക്രോർ റുപ്പീസ് ഗ്രോത്ത് റേറ്റ്. നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പി അതിൻ്റെ ഗ്രോത്ത് റേറ്റ് ലാക്ക് ക്രോർ റുപ്പീസിൽ തന്നിരിക്കുകയാണ്. ലാക്ക് ക്രോർ റുപ്പീസ്. നമ്മൾ ഓരോ വർഷത്തെയും ജി ഡി പി നമ്മുടെ ഇക്കണോമിസ്റ്റുകളെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ ആ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട. അപ്പോൾ ഓരോ വർഷത്തെയും നമ്മുടെ ഗ്രോത്ത് റേറ്റ് അതിൻ്റെ ഇയർ നിങ്ങളൊന്ന് നോക്കുക, ആ ഗ്രാഫിലേക്ക് നോക്കുക. റെഡ് കളറിലുള്ള ആ ഒരു ഗ്രാഫിലേക്ക് നിങ്ങൾ നോക്കുക. 2012-13 തൊട്ട് 2024-25 വരെയുള്ളതാണ് തന്നിരിക്കുക. 5.5 ആണ് തുടക്കത്തിൽ, 6.4 അങ്ങനെ അത് ഇൻക്രീസ് ചെയ്യുന്നു, 8 ആകുന്നു, 8.3 വരുന്നു. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഇച്ചിരി താഴുന്നു, 6.8, 6.5. ആ ഇയേഴ്സിലൊക്കെ നമ്മുടെ ജി ഡി പി അധികം ഇൻക്രീസ് ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ റീസൺസ് കാണും. അതുപോലെ തന്നെ പിന്നെ വന്നപ്പോൾ തീരെ ലോ ആയിട്ട് പോകുന്നു. 2020-21 അത് മൈനസിലേക്ക് പോകുന്നു. അതായത് പ്രീവിയസ് ഇയർ ജി ഡി പിയെക്കാളും കുറവായിരുന്നു കറൻറ്റ് ഇയർ ജി ഡി പി. അപ്പോൾ എന്ത് സംഭവിച്ചു? മൈനസ് ആയിപ്പോയി. മൈനസ് 0 എങ്കിലും വന്നാൽ നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കിയേ, റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ. 0, 2, 4, 6, 8, 10, 12. 0യുടെ ബിലോ നോക്കിക്കേ, -2, -4, -6, -8. വാട്ട് ഈസ് ദ മീനിങ്? 0 എങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ജി ഡി പിയും കറൻറ്റ് ഇയർ ജി ഡി പിയും ഈക്വലായിട്ട് നിൽക്കത്തുള്ളൂ. അതായത് കുറവ് വന്നിട്ടില്ല, രണ്ടും തുല്യമായിരുന്നു. കഴിഞ്ഞ വർഷം എത്ര ജി ഡി പി ഉണ്ടാക്കിയോ അതേ ജി ഡി പി ഈ വർഷവും ഉണ്ടാക്കിയാൽ നമ്മുടെ ഗ്രോത്ത് റേറ്റ് 0 ആയിരിക്കും. പ്രീവിയസ് ഇയറിലെ ജി ഡി പിയേക്കാൾ കറൻറ്റ് ഇയർ ജി ഡി പി ഇൻക്രീസ് ചെയ്യിച്ചാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് കിട്ടും. 2, 4, 6, 8 പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് റേറ്റ് കിട്ടും. പ്രീവിയസ് ഇയർ
ജി ഡി പിയേക്കാൾ കറൻറ്റ് ഇയർ ജി ഡി പി ലോ ആയി പോയാൽ നമ്മുടെ ഗ്രോത്ത് റേറ്റ് മൈനസ് ആയി പോകും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഗ്രോ ചെയ്തിട്ടേ ഇല്ല, നമ്മൾ ലോ ആയി പോയെന്നാണ് അതിൻ്റെ അർത്ഥം, മൈനസ് ആയി പോയാൽ. ഇവിടെ 2020-21 നമ്മുടെ ജി ഡി പി മൈനസ് ആയി പോകുന്നു. അതായത് നമ്മൾ റിട്ടേൺ അടിച്ചെന്ന് അതിൻ്റെ അർത്ഥം, നമ്മൾ ബാക്കിലേക്ക് പോയി. പ്രീവിയസ് ഇയറിലെ ഒരു ജി ഡി പി പോലും കറൻറ്റ് ഇയറിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇക്കണോമിക്കലി നമ്മൾ ലോ ആയിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് അടിച്ചു പോയി. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. 2020-21 ഇന്ത്യ മൈനസ് ആയി പോയത്, നമ്മുടെ ഗ്രോത്ത് റേറ്റ് മൈനസ് ആയിപ്പോയി. പ്രീവിയസ് ഇയർ ജി ഡി പിയേക്കാൾ ലോ ആയിരുന്നു കറൻറ്റ് ഇയർ ജി ഡി പി. അത് ഫേവറബിൾ ആയിട്ടുള്ള. പിന്നീട് നമ്മൾ രക്ഷപ്പെട്ടു, 9.7 വന്നു 21-22. അത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം നോക്കിക്കേ, 6.8 ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ 9.7 ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ്. 9.7 21-22 ആ ഇയറിലാണ് അത് സംഭവിച്ചത്. അപ്പം നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഹൈ ഗ്രോത്ത് റേറ്റിലേക്ക് പോകാൻ വേണ്ടി അവരെ സ്ട്രഗിൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സ്ട്രാറ്റജികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് റേറ്റ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്മുടെ ഗ്രാഫ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വേർഡാണ് പെർ ക്യാപിറ്റ ഇൻകം. നമുക്കറിയാം പേഴ്സണൽ ഇൻകം ഉണ്ട്, പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. പേഴ്സണൽ ഇൻകം, വാട്ട് ഇസ് ദ മീനിങ്? ദ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഇൻകം ഓഫ് എ പേഴ്സൺ. ഇപ്പോൾ ടീച്ചറിൻ്റെ ഒരു വർഷത്തെ ഇൻകം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഇൻകമാണ്. അത് 5 lakh, 6 lakh, 8 lakh, 10 lakh എത്രയാണോ എനിക്കൊരു വർഷം എൻ്റെ ജോലിയിൽ നിന്നും സാലറി കിട്ടുന്നതും ബാക്കി എനിക്കുള്ള എല്ലാ ഇൻകം കൂടി ആഡ് ചെയ്ത് ഒരു വർഷത്തേക്ക് എടുക്കുന്നതാണ് ഒരാളുടെ പേഴ്സണൽ ഇൻകം. ബട്ട് വാട്ട് ഈസ് ദിസ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം ഈസ് നോട്ട് പേഴ്സണൽ ഇൻകം, ഇറ്റ് ഈസ് ദ ആവറേജ് ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്. ഇത് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു രാജ്യത്തെ മുഴുവൻ നാഷണൽ ഇൻകത്തെ, മുഴുവൻ ആളുകളുടെയും ഇൻകത്തെ ആഡ് ചെയ്ത് നാഷണൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് അതിനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. PCI ഈക്വൽസ് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് ഓൺലി ആൻ ആവറേജ് ഇൻകം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ 145 crore ആൾക്കാരുണ്ട്, 145 കോടി ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഈ 145 കോടി ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻകം ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? ഇല്ലേ? ഇപ്പം ഏറ്റവും നമ്മൾ ഇൻകം കുറഞ്ഞ ആളെന്ന് പറയുന്ന ആൾക്ക് ഒരു വർഷം അയാൾക്കൊരു 1000 രൂപയുണ്ടെന്ന് വിചാരിച്ചു. ഒരാൾക്ക് 1000 രൂപയാണെങ്കിൽ നമ്മുടെ അംബാനി, അദാനി പോലെയുള്ള ഈ കോർപ്പറേറ്റുകൾക്ക് ചിലപ്പം ലാക്സ് ക്രോർ റുപ്പീസ് ആയിരിക്കും. ഈ അംബാനി, അദാനി പോലെ ഹൈ ഇൻകം ഗ്രൂപ്പ് ഒരു സ്മോൾ ഗ്രൂപ്പ് അവരുമുണ്ട്, എന്നാൽ തീർത്തും ലോ ഇൻകം ഗ്രൂപ്പും ഉണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും പണം ഏതിനകത്ത് വരും? NIക്കകത്ത് വരും, നാഷണൽ ഇൻകത്തിൽ വരും. അപ്പോൾ 145 crore ആളുകളുടെയും ഇൻകത്തെ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നു. ആ നാഷണൽ ഇൻകത്തെ നമ്മുടെ പോപ്പുലേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? പേഴ്സണൽ ഇൻകം ആണോ കിട്ടുന്നത്? അല്ല, ആവറേജ് ഇൻകമാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 25,000 ആണെന്ന് വിചാരിക്കുക. 25,000. ഈ 25,000 ആണോ ഏറ്റവും ലോവസ്റ്റ് ഇൻകം ഉള്ള ഒരാൾക്ക്? 25,000 ഉണ്ടോ? നോ. എന്നാൽ ഏറ്റവും ഹയസ്റ്റ് ഇൻകം ഉള്ള ആളുടെ ഒരു കൊല്ലത്തെ ഇൻകം എന്ന് പറയുന്നത് വെറും 25,000 ആണോ? അല്ല, അവർക്ക് ഹൈ ഇൻകമാണ്. എന്നാൽ വേറെ കുറച്ച് പേർക്കോ ലോ ഇൻകമാണ്, മീഡിയം ഇൻകവും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് ഒക്കെ നമ്മൾ പരിശോധിക്കുന്നത് പേഴ്സണൽ ഇൻകം നോക്കിയിട്ടല്ല, പെർ ക്യാപിറ്റ ഇൻകം. ആ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകമാണ് ആ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ലെവൽ, ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ദ ആവറേജ് ഇൻകം ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഇറ്റ് ക്യാൻ ബി
calculated by using a formula national income divided by population. നമുക്ക് ഈ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ബേസിൽ കൺട്രീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അവരുടെ ഇക്കണോമി നോക്കി നമുക്ക് അവരെ ക്ലാസിഫിക്കേഷൻ നടത്താം. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലോ ഇൻകം ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ്, തേർഡ് വൺ അപ്പർ മിഡിൽ ഇൻകം ഗ്രൂപ്പ്, ദെൻ ലാസ്റ്റ് വൺ ഹൈ ഇൻകം ഗ്രൂപ്പ്. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ രാജ്യങ്ങളെ തിരിച്ചിരിക്കുക. ലോ ഇൻകം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങൾ, ലെസ് ദാൻ $1,145. അമേരിക്കൻ ഡോളറിൻ്റെ ബേസിലാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം അമേരിക്കൻ ഡോളറാണല്ലോ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു ഡോളർ ആയതുകൊണ്ട് നമ്മൾ അമേരിക്കൻ ഡോളർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുക. അപ്പോൾ 1145 അമേരിക്കൻ ഡോളറെങ്കിലും PCI ഇല്ലാത്ത രാജ്യങ്ങളെയെല്ലാം, അതായത് പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കി ഓരോ രാജ്യവും അവരവരുടെ പെർ ക്യാപിറ്റ ഇൻകം, അവരുടെ നാഷണൽ ഇൻകം ആദ്യം കണ്ടുപിടിക്കണം, അതിനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന പെർ ക്യാപിറ്റ ഇൻകം $1145 കുറവാണെങ്കിൽ അത്തരം രാജ്യങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ലോ ഇൻകം കൺട്രീസ് എന്ന് പറയും. ലോ ഇൻകം കൺട്രീസ്. അതിന് എക്സാമ്പിൾ തന്നിരിക്കുന്നുണ്ടോ? അഫ്ഗാനിസ്ഥാൻ, എത്യോപ്യ, അതൊക്കെ ലോ ഇൻകം ഗ്രൂപ്പിലാണ്. അവർ ഏറ്റവും പുവർ രാജ്യങ്ങളാണ്. ഇനി ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹൈ ലെവലാണ്. ലോവർ മിഡിൽ ഇൻകം അവരുടെ ഒരു PCI, അതായത് പെർ ക്യാപിറ്റ ഇൻകം 1,146 to 4,515, ആ ഒരു കാറ്റഗറി വരുന്നവരാണ് ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ്. 1146 അമേരിക്കൻ ഡോളർ ടു 4,515 അമേരിക്കൻ ഡോളർ വരെ എങ്കിലും പെർ ക്യാപിറ്റ ഇൻകം കിട്ടിയ രാജ്യങ്ങളെ നമുക്ക് എന്തുമെടുക്കാം? ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയാം. അതിനകത്ത് നമ്മുടെ രാജ്യവും വരും. ഇന്ത്യ, ബംഗ്ലാദേശ്, കെനിയയൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ വരും, ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിൽ എത്രയോ ആളുകൾ ഏറ്റവും ഹൈ സ്റ്റാറ്റസിൽ ജീവിക്കുന്നു, എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ പോയത്? നമ്മുടെ ആളുകൾക്ക് ഒരു ഗ്രൂപ്പിന് ഹൈ ഇൻകം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ, ഒരു മജോറിറ്റി പീപ്പിൾ എന്ന് പറയുന്ന ലോ ഇൻകംകാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഇൻകം ആഡ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹൈ പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ PCI വളരെ ചെറിയൊരു തുകയായിരിക്കും. ഈ പറയുന്ന കാറ്റഗറിയിലേ വരത്തുള്ളൂ, ഈ സെക്കൻഡ് കാറ്റഗറിയിലേ നമ്മൾ വരുള്ളൂ. അപ്പം നമ്മുടെ നാഷണൽ ഇൻകം ഇനിയും നമ്മൾ ഇൻക്രീസ് ചെയ്താലേ നമുക്ക് അടുത്ത ഒരു ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ബംഗ്ലാദേശ്, കെനിയയുടെയൊക്കെ കൂടെ നിൽക്കുന്നു. ഇനിയും കുറച്ചുകൂടി ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് അപ്പർ മിഡിൽ ഇൻകം രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പർ മിഡിൽ ഇൻകം അവരുടെ ഇൻകം ഏത് ഒരു സ്റ്റാൻഡേർഡിൽ വരണം? $4,516 to $1,14,005. 14,005. ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. ചൈന അപ്പർ മിഡിൽ ഇൻകം കാറ്റഗറി വരും. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ തന്നെ പോപ്പുലേഷൻ ഹൈ ആണെങ്കിലും അവരുടെ നാഷണൽ ഇൻകം നമ്മളെക്കാൾ വളരെ ഹൈ ആയതുകൊണ്ടാണ് അവർക്ക് അപ്പർ മിഡിൽ ഇൻകം ഗ്രൂപ്പിലേക്ക് ചൈനയ്ക്ക് പോകാൻ പറ്റിയത്. ഇനി ഏറ്റവും ഹയസ്റ്റ് ഇൻകം ഉള്ളവരാണ് ഹൈ ഇൻകം ഗ്രൂപ്പ്, എബോവ് $14,000. USA, ജർമ്മനി, ജപ്പാൻ, ദേ ആർ എക്സാമ്പിൾ ഫോർ ഹൈ ഇൻകം കൺട്രീസ്. ഇപ്പോൾ കൺട്രീസിനെ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വെച്ചാണ് നമ്മൾ ഈ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുക. ലോ ഇൻകം ഗ്രൂപ്പ്, ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ്, അപ്പർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആൻഡ് ഹൈ ഇൻകം ഗ്രൂപ്പ്. Then per capita income of countries with different levels of development. ഇനി പെർട്ടിക്കുലർലി ഓരോ രാജ്യത്തിൻ്റെയും പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ ഇയർ ബൈ ഇയർ തന്നിരിക്കുക. ഈ 1991, 2001, 2011, 2021 എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നമ്മുടെ സെൻസസ് ഇയേഴ്സാണ് ഈ തന്നിരിക്കുന്നത്. 1991 സെൻസസ് നടന്നു, 2001 സെൻസസ് നടന്നു, 2021 സെൻസസ് നടന്നു. അതുപോലെ തന്നെ 2011 21 സെൻസസ് നടന്നില്ലെങ്കിലും നമ്മൾ ഇൻകം അസസ് ചെയ്തു. ഓക്കെ,
എന്തുകൊണ്ടാണ് സെൻസസ് നടക്കാതിരുന്നത്? നമ്മുടെ കോവിഡാണ് അതിൻ്റെ കാരണം. 2021 ഇൻകം അസസ് ചെയ്തു. ഇന്ത്യയുടെ ഈ വർഷങ്ങളിലെ പെർ ക്യാപിറ്റ ഇൻകം വളരെ ലോയാണ്. നോക്കിക്കേ, 364, 442, 1569, 2160. ദാറ്റ്സ് ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ. ചൈനയുടെ നോക്കിക്കേ, അവർ നമ്മളെക്കാൾ കുറവായിരുന്നു. 1991 318 ഉള്ളൂ അല്ലേ? നമുക്ക് 364 ഉള്ളപ്പോൾ ചൈനയ്ക്ക് 318 ഉള്ളായിരുന്നു 1991. എന്നാൽ അവരെത്ര ഫാസ്റ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കിയേ. അവരെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 949 നമ്മളെക്കാൾ ഇൻക്രീസ് ചെയ്തു. വീണ്ടും അവരെ 5425 ആയിട്ട് അവരെ പിന്നെ വളരെ വലിയ ഒരു ഇൻക്രീസ് ഉണ്ടാക്കി. 2021 ആയപ്പോൾ നമ്മളെ അവർ തോപ്പിച്ച് കളഞ്ഞു അല്ലേ? 12,554 ആയി. USA നോക്കിക്കേ, അവർ നമ്മളെക്കാളൊക്കെ വളരെ 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 ഹൈ പൊസിഷനിലാണ്. ഇനി അഫ്ഗാനിസ്ഥാൻ്റെ ലെവൽ നോക്കിക്കേ, അവർ 1991 364 എന്നുള്ളതാണ് ഇന്ത്യ. അവരോ 317 ഉണ്ടായിരുന്നു. നമ്മളെക്കാൾ ഏകദേശം അടുത്ത് നിൽക്കുന്നു. ചൈനയോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പൊസിഷനായിരുന്നു 1991. പക്ഷേ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ലോ ആയി. അവർ പിന്നീട് 2011 അവർ ഇച്ചിരി ഹൈ ആയി. എന്നാൽ 2021 അവർ വീണ്ടും ലോ ആയി. അപ്പോൾ അഫ്ഗാനിസ്ഥാനെയൊക്കെ നമ്മൾ കാണണം. അപ്പം നമ്മൾ നോക്കിയും കണ്ടും ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ അഫ്ഗാനിസ്ഥാനെ പോലെയൊക്കെ ആകും. അപ്പം നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ചൈനയെ പോലെയോ USA പോലെയോ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതിന് എന്ത് ചെയ്യണം? ലോ ഇൻകം ഗ്രൂപ്പായിട്ടുള്ള മജോറിറ്റിയെ കൂടി നമ്മളെ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരണം. അവരുടെ ഇൻകത്തെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യിച്ച് അവരെ കൂടി നമ്മളൊരു ലെവലിൽ എത്തിച്ചാൽ നമുക്ക് ഇന്ത്യക്കും ചൈനയെപ്പോലെ USA പോലെ ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു രാജ്യമായി നമുക്ക് ഹൈ ഇൻകം ഗ്രൂപ്പിൻ്റെ ലെവലിലേക്ക് ഉയരാൻ സാധിക്കും. ഓക്കെ, 2040 അവിടെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, what is the difference between per capita income and personal income? PCI shows the average income of the people, but personal income is the actual income of a person. അപ്പോൾ ഒരു വ്യക്തിയുടെ ആക്ച്വൽ ഇൻകമാണ് അവൻ്റെ പേഴ്സണൽ ഇൻകം. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ആവറേജ് ഇൻകമാണ് PCI. The per capita income of a country can be higher or lower than personal income. ഇപ്പോൾ ടീച്ചറിൻ്റെ പേഴ്സണൽ ഇൻകം 8 lakh ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം 8 lakh ഉണ്ടോ? നോ. ഇപ്പോൾ ഇവിടെ 21 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2116 രൂപയേ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം ഒരാളുടെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലുള്ള ഇൻകം എന്ന് പറയുന്നത് 2116. നമുക്കറിയാം പല ആളുകൾക്കും, ഏറ്റവും ലോ ഇൻകം ഉള്ള ആളുകൾക്ക് പോലും ഒരു വർഷം 5 lakh, 6 lakh, 8 lakh റുപ്പീസ് നമുക്ക് ഇൻകം ഉണ്ട്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകത്തേക്കാൾ ലോ ആകാം. ഇനിയും നമ്മുടെ ഹൈ ഇൻകം ഗ്രൂപ്പായിട്ടുള്ള നമ്മുടെ ആ ഒരു ചെറിയ കോർപ്പറേറ്റുകളില്ലേ, അവരുടെ ഇൻകം നമ്മുടെ PCIയേക്കാൾ എത്രയോ ഹൈ ആണ്. ഇനിയും വളരെ കുറച്ച് ആളുകൾക്ക് ഈ 2119 എന്ന് പറയുന്ന നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തേക്കാൾ ലോ ഇൻകം ഉള്ളവരും കാണും. 1000 രൂപ 500 രൂപയ്ക്ക് ഒരു കൊല്ലം ഇൻകം ഉള്ള ആളുകളും നമ്മുടെ രാജ്യത്ത് കാണും. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ കൺട്രി ക്യാൻ ബി ഹയർ ഓർ ലോവർ ദാൻ പേഴ്സണൽ ഇൻകം. ഹെൻസ് ഡിഫറൻസ് ഇൻ PCI ആൻഡ് PI ഓൾവേസ് എക്സിസ്റ്റ്. PI എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകം, PCI എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ PCI ആൻഡ് PI ഓൾവേസ് എക്സിസ്റ്റ്. അതെന്നും കാണും. പേഴ്സണൽ ഇൻകം അല്ല ഒരിക്കലും പെർ ക്യാപിറ്റ ഇൻകം. ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, ദെൻ ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം നോക്കിയ പിള്ളേരെ 2021 2116 ഉള്ളൂ. സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ മറ്റ് സ്റ്റാറ്റസും എല്ലാം നോക്കുമ്പോൾ ഈ 2116 വളരെ കുറവാണ് അല്ലേ? വളരെ കുറവാണ്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻകം, എത്രയോ ഹൈ പേഴ്സണൽ ഇൻകം ഉള്ള ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഒരു വിദേശി നോക്കുമ്പോൾ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം 2116 ഉള്ളെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ലോയാന്ന് വിചാരിക്കും. പക്ഷേ അവർ ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് തോന്നും നമ്മൾ അത്രയും ലോ അല്ല എന്ന് തോന്നും. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് കുറച്ച്
നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. എന്തൊക്കെയാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ലിമിറ്റേഷൻസ്? നിങ്ങൾ നേരത്തെ നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചതാണ്. ദേ ആർ ഓൺലി ആൻ ആവറേജ് ഇൻകം. ഇറ്റ് ഈസ് ഓൺലി ആൻ ആവറേജ് ഇൻകം, നോട്ട് ദ റിയൽ ഇൻകം. ഇറ്റ് ഈസ് ഓൺലി ആൻ ആവറേജ് ഇൻകം. ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇനീക്വാളിറ്റി ഓഫ് വെൽത്ത് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ഇൻകം ഇൻഡെക്സ്. ഈ PCI നോക്കി നമുക്കൊരു രാജ്യത്തിൻ്റെ ഇനീക്വാളിറ്റിയോ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തെക്കുറിച്ചോ നമുക്ക് ഒരു അറിവും കിട്ടത്തില്ല. സിൻസ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം, the limitations of calculating national income also affect per capita income. There are so many limitations for the calculation of national income. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്താണ്? ആരും അവരുടെ യഥാർത്ഥ ഇൻകം ഈ അധികാരികളോട് വെളിപ്പെടുത്തുകയില്ല. ടാക്സ് കൊടുക്കേണ്ടി വരും, മറ്റു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആളുകൾ അവരുടെ ഇൻകം ഒളിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പെർ ക്യാപിറ്റ ഇൻകത്തിലും ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന റിയൽ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കുകയില്ല. കാരണം എന്താ? നാഷണൽ ഇൻകം തന്നെ തെറ്റായിരിക്കും. സോ ദർ ആർ സോ മെനി ലിമിറ്റേഷൻസ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇറ്റ് അഫക്ട് ദ കാൽക്കുലേഷൻ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ഓൾസോ. ഫാക്ടേഴ്സ് ദാറ്റ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് PCI ഇൻഡെക്സ്. പെർ ക്യാപിറ്റ ഇൻകത്തിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഓൺലി ക്വാണ്ടിറ്റി ഓഫ് മണി. നമ്മളിവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അസസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. വി ഡു നോട്ട് അസസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, വി ഓൺലി അസസ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി, ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻകം. ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് PCI. നമ്മൾ ആളുകളുടെ ജീവിത നിലവാരത്തെ ഒന്നും ഇവിടെ നോക്കുന്നില്ല, അവൻ്റെ ഇൻകത്തെ മാത്രം നോക്കുന്നു. അതിൻ്റെ ബേസിൽ നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ അസസ്മെൻറ്റിൽ ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നു. അപ്പോൾ PCIയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? എന്താണ് PCI? പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ലിമിറ്റേഷൻസ്: ഇറ്റ് ഈസ് ഓൺലി ആൻ ആവറേജ് ഇൻകം, ഇറ്റ് ഡു നോട്ട് റിഫ്ലക്റ്റ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, there are so many limitations for the calculation of national income, so it affect the calculation of per capita income also. Information about the distribution of and inequality of wealth is not reflected in the income index. So per capita income എന്ന് പറയുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം ഇങ്ങനെ താന്നിരിക്കുന്നതും നമ്മൾ ഈ പറയുന്ന ഏത് കാറ്റഗറിയാ? ലോവർ മിഡിൽ ഇൻകം എന്നുള്ള ഗ്രൂപ്പിൽ ഇപ്പോഴും നമ്മൾ റിമെയിൻ ചെയ്യുന്നതും. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താണ് ഗ്രോത്ത് എന്ന് നമ്മളിത് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് എന്താണ് ഡെവലപ്മെൻറ്റ്, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ